വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെസ്ക് ടൂർ വീഡിയോ ആണ് കേട്ടോ. റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഡെസ്ക് ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക് വന്നിട്ട്. താഴെ അങ്ങനെയില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡെസ്ക്കാണിത്. ഡെസ്കിൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഐറ്റംസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മേളിലൊക്കെ ഞാൻ കുറേ പ്ലാനറും എല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ ഓർഗനൈസർ നമ്മൾ ഉണ്ടാക്കിയതാണ്. അതിൽ നമ്മൾ ഒരു ഇലക്ട്രിക് റോബോട്ടിനെ വെച്ചിട്ടുണ്ട്. അത് തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊരു മിനി ഫാനാണ്, അടിപൊളിയാണ്. നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അത് പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫെവിക്കോളും കുറച്ച് ബുക്കിലാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഞാൻ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നുള്ളൂ. ആൻഡ് പിന്നെ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്, ഒരു ഷെൽഫ് പോലെ, അതിലും ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇത് കണ്ടോ, അതിൽ നമ്മളുണ്ടാക്കിയ ബുക്ക് മാർക്കാണുള്ളത്. ആ ബുക്ക് മാർക്കിൻ്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ ബാക്ക് ടു സ്കൂളിൽ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ബുക്ക് മാർക്ക്. ആൻഡ് മുകളിൽ ജസ്റ്റ് പേനയൊക്കെ വെക്കണ ആ ഒരു ഹോൾഡറാണ്. അത് ബാക്ക് ടു സ്കൂളിൽ വീഡിയോയിൽ ചെയ്തതാണ്. അതിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആൻഡ് ഇതിൽ ജസ്റ്റ് അതും ഞാൻ ബാക്ക് ടു സ്കൂളിൽ എന്തോ ഉണ്ടാക്കിയതാണ്. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഇട്ട് വയ്ക്കാം. ആൻഡ് അവിടെ 2 പ്ലാന്റും പിന്നെ എന്നുള്ള ലെറ്റർ, എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററും അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് സ്കെച്ച് വെക്കണതാണ്. ആൻഡ് ഒരു കാലണ്ടർ ഉണ്ട്, ഒരു പ്ലാന്റ് ഉണ്ട്. ആൻഡ് അഫർമേഷൻ കാർഡാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഷോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതൊരു പെൻ സ്റ്റാൻഡാണ്. അതിൽ പെന്നും കുറച്ച് സിസേഴ്സും സ്റ്റാപ്ലറും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊരു ഓർഗനൈസറാണ്. ഓർഗനൈസറിലൊരു പ്ലാനർ ബുക്ക് ഉണ്ട്. അതിൽ ഞാൻ യൂട്യൂബിൻ്റെ കോണ്ടൻറ്റൊക്കെ പ്ലാൻ ചെയ്യാനും ആൻഡ് പഠിക്കണതും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. വേണമെങ്കിൽ ആ ഒരു വൈറ്റ് ഓർഗനൈസറിൻ്റെ ലിങ്കും കൂടി ഞാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ആൻഡ് ചെറിയൊരു ഡെസ്ക് ടൂറാണ്, വലുതായിട്ടൊന്നുമില്ല കാണിക്കാൻ. അതാണ് ഞാൻ മെയിൻലി അങ്ങനെ ഒന്നും കാണിക്കാത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോർട്ടായിരിക്കും ഈ ഒരു വീഡിയോ. 7 മിനിറ്റോ 6 മിനിറ്റ് എന്തോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എക്സാമൊക്കെ ആയിട്ടാണ് ഇത്ര ഡിലേ ആവുന്നത് കേട്ടോ. ആൻഡ് നിങ്ങൾ സജസ്റ്റ് ചെയ്തതെല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ആൻഡ് ഞാനിപ്പോൾ കാണിച്ചത് ക്യാൻഡിലാണ്, ജസ്റ്റ് ക്യാൻഡിലാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതാണ്. ആൻഡ് അതിൽ തന്നെ ഒരു ക്ലേ വെച്ചുണ്ടാക്കിയ സംഭവം കൂടി വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിൽ കുറച്ച് ഡെക്കറേറ്റീവ് പെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ബുക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ഡബിൾ സൈഡ് ടേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ആ ഒരു പെൻ ഹോൾഡറിൽ. പിന്നെ അവിടെ ഒരു ഫ്ലവർ വേസ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഫ്ലവറും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് സ്റ്റാൻഡാണ് അവിടെ സൈഡിൽ വെച്ചിട്ടുള്ള. ബുക്കൊക്കെ വെക്കാൻ വേണ്ടി വളരെ യൂസ്ഫുള്ളാണ്. ആ ഒരു ബോക്സ് ആക്ച്വലി അത് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ബോക്സാണ്. വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ബോക്സ് വെച്ചേക്കാം. ആൻഡ് സ്കൂളിൽ ഉപയോഗിക്കാൻ വേറെ ഒരെണ്ണം വെച്ചേക്കാം കേട്ടോ, വേറൊരു പൗച്ച് വെച്ചേക്കാം. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകും. സ്കൂളിൽ ഉപയോഗിക്കണ തന്നെയാണ് വീട്ടിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതാണ് പ്ലാനറിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ 2-3 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പം ഈ പ്ലാനർ 2-3 ദിവസമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ജൂലൈ മന്തിൽ പ്ലാനർ അപ്പോൾ അടിപൊളിയാണ്, വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇപ്പോൾ കാണിച്ച ബുക്കാണ് ഞാൻ നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് സൈലത്തിൻ്റെയോ എക്സാമിനറിൻ്റെയോ ഏതെങ്കിലും ഒരു ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നോട്ട്സ് എഴുതാറുണ്ട്. അല്ലെങ്കിൽ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതാറുണ്ട്. അപ്പം ഈ ഒരു നോട്ടിലാണ് എഴുതാറ്. ആൻഡ് ഈ ഒരു നോട്ട് വെറുതെ വെച്ചേക്കണതാണ്, എന്തെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ജേർണൽ ബുക്കും ഉണ്ട്.
പിന്നെ ഒരു ഇൻസ്റ്റന്റ് ബോക്സ് ഉണ്ട്, പിന്നെ ഒരു വെറുതെ ഒരു ബോക്സ് ഉണ്ട്, അതിൽ കുറച്ച് ക്രയോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ഫോൺ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ടു ഡു ലിസ്റ്റ് നമ്മൾ ബാക്ക് ടു സ്കൂളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ആൻഡ് ഇത് അഫർമേഷൻ കാർഡ്സിൽ ഞാൻ മാറ്റി മാറ്റി വെക്കണം ബാക്കിയുള്ളത്. ആൻഡ് ഇവിടെയാണ് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് എല്ലാം സ്റ്റിക്ക് ചെയ്യാറുള്ളത്. ആൻഡ് ഇവിടെ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് പെയിൻറ്റ് ബ്രഷ്, കവായി സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ വാൾ ഗ്രിഡാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. ഇത് ഈ ഒരു സംഭവം ഭയങ്കര മോട്ടിവേഷനാണ്. എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ ഹയസ്റ്റ് മാർക്കൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണതാണ്. ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ആൻഡ് ഇവിടെ ഒരു കുഞ്ഞ് ക്ലോക്ക് പോലെ ഞാൻ എൻ്റെ വാച്ച് പൊട്ടിപ്പോയ വാച്ചിൽ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഡ്സും എഴുതി കളിച്ചിട്ടുണ്ട്, മോട്ടിവേഷൻ കോഡ്സ്. പിന്നെ കുറച്ച് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസും കീ ചെയിനും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ, സ്റ്റിക്കി നോട്ട്സും അങ്ങനെ കുറേ സാധനങ്ങൾ ആ ഒരു വാൾ ഗ്രിഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മിഡ് ടേം എക്സാമിൻ്റെ ടൈം ടേബിൾ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ ടൈം ടേബിൾ അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാളിൽ വലുതായിട്ട് ഉള്ളത്. ആൻഡ് പൊക്കത്തുള്ളതും കൂടി കാണിച്ചു തരാം. പിക്സലാട്ടാണ് ഇവിടെ, ഫുൾ ഓഫ് പിക്സലാട്ട്, വേൾഡ് കപ്പിൻ്റെ പിക്സലാട്ടാണ്. ആരും ഈ വേൾഡ് കപ്പ് തോക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരുടെ ഫാനാണ്, ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണതെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി റൊട്ടീനാണ് സ്കൂൾ ഡേയ്സിലുള്ളത്. അത് ഞാൻ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വീക്കെൻഡിൽ ചെയ്യാനുള്ള പ്ലാൻസാണ്, പിന്നെ മന്ത്ലി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആൻഡ് തൊട്ടുപുറത്തായിട്ട് ഞാൻ 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ച പ്ലാനറാണ്, 2 weeks സ്റ്റഡി പ്ലാനർ. അത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല യൂസ്ഫുള്ളായിരുന്നു. ഇനി തൊട്ട് എന്തായാലും ചെയ്യുമോ, ഓരോ എക്സാമിന് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. താഴെ പ്ലാനർ ഉണ്ടാക്കണം എങ്ങനെയെന്നൊക്കെയാണ് എന്തായാലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സജഷൻസ് ആയിട്ട് എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.